നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഇതാണ്. എൽ ഡി എഫിനെതിരായ ഒരു വികാരം ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ശക്തമായി നിലനിൽക്കും. ശക്തമായി നേരത്തെ തന്നെ ഉണ്ട്. നേരത്തെ ഈ നവകേരള സദസ്സ് കഴിയുമ്പോൾ തന്നെ നല്ല ട്രെൻഡ് ഉണ്ട്. അതായത് ഈ ഖജനാവിൽ 5 പൈസ ഇല്ലാത്ത സമയത്ത് ഇത്ര വലിയൊരു കെട്ടുകാഴ്ച നടത്തുന്നു. ഖജനാവിൽ നിന്ന് പണമെടുത്ത് ഈ മന്ത്രിമാർ ഉല്ലാസയാത്ര നടത്തുന്നു. 140 മണ്ഡലത്തിലും പോയി ഇവരുടെ ഭരണപരിഷ്കാരങ്ങൾ നാട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇതാണ് പ്രശ്നം. അതുകൂടാതെ ഡിവൈഎഫ്ഐക്കാർ നടത്തിയ വമ്പിച്ച ജീവൻ രക്ഷാപ്രവർത്തനം അതും കൂടി ആയി കഴിഞ്ഞപ്പോൾ സംഗതി ഇത്തരത്തിലൊരു കെട്ടുകാഴ്ച നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ ഗുണം ചെയ്യുമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ പാർട്ടികളും ഇങ്ങനത്തെ കെട്ടുകാഴ്ചകൾ നടത്താറുണ്ട്. പ്രതിപക്ഷ പാർട്ടി നടത്താറുണ്ട്, ഭരണപക്ഷ. അത് ആരും ശ്രദ്ധിക്കില്ല. അത് പാർട്ടി ഖജനാവിന്ന് പൈസ എടുത്തിട്ട് ചിലവാകും. പൊതു ഖജനാവിന്ന് പൈസ എടുത്ത് മന്ത്രിമാർ നടത്തുന്നതാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് നടത്താം. രണ്ടാണ് സർവേയുടെ കാര്യമാണല്ലോ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞു സർവേയിലേക്ക് വരുമ്പോൾ അപ്പോൾ ഒരു ട്രെൻഡ് നേരത്തെ തന്നെ അവിടെ ഉണ്ട്. ആ ട്രെൻഡിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ ദുരൂഹമരണം. അത് രാജൻ കേസ് പോലെ ആ വിഷയം. പിന്നെ കരുവന്നൂരിൻ്റെ പുനരവതാരം, എക്സാലോജിക്ക്, മാസപ്പടി, ഇതെല്ലാം അഗ്രവേറ്റ് ചെയ്യുന്ന വിഷയങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് പാനൂരിലെ ബോംബ് സ്ഫോടനം നേരത്തെ തന്നെ അക്രമ രാഷ്ട്രീയമാണ് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. കഴിഞ്ഞ തവണ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കൊലപാതകങ്ങളായിരുന്നു. ഇത്തവണ റിയാസ് മൗലവിയുടെ കേസിൽ പ്രതികളെ വെറുതെ വിട്ടതാണ്. വെറുതെ വിട്ട് കൊലപാതകം പണ്ട് നടന്നാണെങ്കിൽ പോലും അത് വെറുതെ വിടുമ്പോൾ ആ ഒരു മുറിവ് വീണ്ടും ഉണങ്ങാത്ത മുറിവ് വീണ്ടും തുറക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ഘടകങ്ങളും മീതയ്ക്ക് മീതെ എൽ ഡി എഫിന് എതിരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് വലിയൊരു മുതലെടുപ്പ് നടത്താൻ പറ്റിയൊരു അവസ്ഥയിലേക്ക് ബി ജെ പി എത്തിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒരു പക്ഷേ തൃശ്ശൂർ ഒഴിച്ച് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കൂടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് പറയാം, അതൊഴിച്ച് വേറൊരു സ്ഥലത്തും ഇത് ആ രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് ബി ജെ പി കേരളത്തിൽ ശക്തമായിട്ടില്ല. ഞാൻ ഈ വരുന്നത് നമ്മുടെ സർവേയിലൊക്കെ, ബ്രിട്ടനിലോ അമേരിക്കയിലൊക്കെ നടക്കുന്ന സർവേകൾ പോലും തെറ്റിപ്പോയിട്ടും ജോൺ മേജർ രണ്ടാമത് ജയിച്ച തെരഞ്ഞെടുപ്പിൽ എല്ലാ സർവേക്കാരും പറഞ്ഞത് നമ്മുടെ ലേബർ പാർട്ടി ജയിക്കുന്നതാണ്. പക്ഷേ വോട്ടിന് കഴിഞ്ഞപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി തന്നെ ജയിച്ചു. അത് ഒരു സാധാരണയ്ക്ക് വ്യത്യസ്തം. അതുപോലെ നമ്മുടെ 8 കൊല്ലം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഹിലരി ക്ലിൻ്റൺ ജയിക്കുന്നതാണ് സർവേക്കാരെല്ലാവരും പറഞ്ഞു, എല്ലാ സർവേക്കാരും പറഞ്ഞു. പക്ഷേ വോട്ടിന് കഴിഞ്ഞപ്പോൾ ട്രംപാണ് ജയിച്ചു എന്ന് പറഞ്ഞ പോലെയുള്ള മാറ്റങ്ങൾ വരും. പക്ഷേ നമ്മുടെ നാട്ടിലെ സർവേ സത്യത്തിൽ അങ്ങനെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സർവേ അല്ല. ഇപ്പോൾ നമുക്ക് തന്നെ റോഡിൽ കൂടെ ഇറങ്ങിടക്കുമ്പോൾ ഒരു ട്രെൻഡ് കിട്ടുമല്ലോ. സാധാരണ അല്പം ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും. ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ചാൽ ഒരു ട്രെൻഡ് കിട്ടും. ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി യാത്ര ചെയ്താൽ എങ്ങനെയാണ് ലോകത്ത് എവിടെ സർവേ നടത്തുന്നത് പോലെയല്ല മലയാളിയുടെ ഇടയിൽ സർവേ തെക്കോട്ടാണ് പോകുന്നതെങ്കിൽ ചോദിച്ചാൽ സർവേക്കാരൻ ചോദിച്ചാൽ അങ്ങനെ പറയുള്ളൂ. പക്ഷേ ബസ്സിൽ ആളുകൾ കയറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ വേണ്ട ഒരു സ്ഥാനാർത്ഥി പര്യടനത്തിന് മുമ്പ് അയാൾ കൂടെ നടന്നാൽ മതി. ഈ സ്ഥാനാർത്ഥിക്ക് ആൾക്കാർ ഷെയ്ക്കാൻഡ് കൊടുക്കണം ശ്രദ്ധിക്കുക. അതിൽ അവൻ്റെ മനസ്സുണ്ട്. ചില ആൾക്കാർ മനസ്സില്ല മനസ്സോടെ ഷെയ്ക്കാൻഡ് കൊടുക്കും, ചില ആൾക്കാർ മുറുക്കി പിടിക്കും. നമ്മൾ കൂടെ നടന്നാൽ മനസ്സിലാവും. ഒരു 10 ആൾക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കുമ്പോൾ ട്രെൻഡ് മനസ്സിലാവും. ഈ ഒരു സർവേ നടത്താതെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാവുന്ന മണ്ഡലങ്ങളുണ്ട്. വയനാട് മണ്ഡലം ഇല്ലേ, ഒരു പ്രൊഡിക്ഷൻ വേണ്ട, ആര് ജയിക്കും? മലപ്പുറം, ഒരു വലിയ പരിധിവരെ പൊന്നാനി, അല്ലെങ്കിൽ എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, അതൊക്കെ യു ഡി എഫിൻ്റെ കോട്ടകളാണ്. അവരെ ജയിക്കുള്ളൂ. അവരുടെ സ്ഥാനാർത്ഥി ഈ എക്സായാലും വയ്യായാലും ഇസഡായാലും അവർ ജയിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ കോട്ടകളുണ്ട്. അവിടെ എൽ ഡി എഫിന് ആ രീതിയിലുള്ളൊരു മുന്നേറ്റം നടത്താൻ സാധിക്കുന്നില്ല.